എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിട്ടുള്ളത് TVS-ന്റെ iQ പറഞ്ഞ ഇലക്ട്രിക് വാഹനമായിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ ഓൾറെഡിയും ഇലക്ട്രിക് ഏതറിൻ്റെ ഇവൻ്റെ ഒക്കെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് വരും. അപ്പോൾ എത്ര അടിപൊളിയാണ് ഈ വണ്ടി നമുക്ക് നോക്കിയാൽ കാണാൻ തന്നെ അടിപൊളി ഒരു ഹ്യൂജ് ബൾക്കി ലുക്കാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം എന്താ പറയുക, സ്പോർട്ടി ലുക്കല്ല, പക്ഷേ ഒരു എന്താ പറയുക വലിയൊരു സ്ട്രക്ചർ എന്നുള്ള രീതിയിലൊരു ലുക്കിലാണ് ഈ വാഹനം നിർമ്മിച്ചിട്ടുള്ളത്. കാണാൻ തന്നെ ഒരു ഹ്യൂജ് ഹോൾസം ലുക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ഭയങ്കര നമ്മുടെ സ്ക്രീനിൽ തന്നെ കാണുമ്പോൾ തന്നെ നിറഞ്ഞിങ്ങനെ റോഡ് പ്രസൻസ് ഒക്കെ ഉള്ളൊരു വാഹനത്തിനെ പോലെ ഉള്ളൊരു ലുക്കാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത് TVS. അപ്പോൾ ഇത് നമുക്ക് രണ്ട് മെയിൻ വേരിയൻസിലാണ് വരുന്നത്. ഇത് ST12 ST17. അപ്പോൾ ST17 ആണ് നമ്മുടെ അടുത്തുള്ളത്, ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് TVS-ന്റെ ബാഡ്ജിങ് കാണാം. ഈ ഒരു ആഷ് കളർ ട്രീറ്റ്മെൻറ്റിലെ കളറാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ബ്ലാക്ക് ഗ്ലോസ് പാറ്റേൺ ആയിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി LED ഹെഡ് ലാമ്പാണ് വരുന്നത്, LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ്. ഇപ്പോൾ ഞാൻ ഹസാർഡ് ലൈറ്റ്സ് ഓൺ ആക്കിയ കാരണമാണ് ഇങ്ങനെ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ നമുക്കിവിടെ സ്ക്രീൻ വരുന്നത് അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ നമുക്ക് ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത്, ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആണ് വരുന്നത്, 12 ഇഞ്ചിൻ്റെ വീൽസ് ആണ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ആണ്, പിന്നിൽ നമുക്ക് ഡ്രം ബ്രേക്ക് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ വീല് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല അലോയ് വീൽസ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് രണ്ട് വേരിയൻറ്റ് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ST രണ്ട് വേരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ ബേസ് വേരിയൻറ്റിൽ നമുക്ക് 105 കിലോമീറ്റർ ആണ് ഒറ്റ ചാർജിൽ വാഹനം ട്രാവൽ ചെയ്യുക. 145 കിലോമീറ്ററാണ് ഈ ഒരു ST17 പറഞ്ഞ വേരിയൻറ്റ്. നമുക്ക് ST ബാഡ്ജിങ് കണ്ടോ, ST17-ൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 145 കിലോമീറ്ററാണ്. അപ്പോൾ 145 കിലോമീറ്റർ ചാർജ് പോകണമെങ്കിൽ നമ്മൾ 5.5-6 മണിക്കൂർ കഷ്ടി ചാർജ് ചെയ്ത് വെച്ചാലാണ് 145 കിലോമീറ്റർ നമ്മുടെ ST17 TVS-ന്റെ iQube പോവാം. പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് വരുന്നത് ഇത് iQube-ൻ്റെ, അതായത് TVS-ന്റെ ഇലക്ട്രിക്കിൻ്റെ iQube-ൻ്റെ ഒരു ലോഗോ ആണ് കണ്ടോ. ഇതും പിന്നെ Q എന്നുള്ള രീതിയിൽ കൊടുത്തുള്ളൊരു ലോഗോ ആണ് ഇത്. ഇവിടെ നമ്പർ പ്ലേറ്റിൻ്റെ ഏരിയ വരുന്നത്. ഇവിടെ നമുക്ക് ഡേ ടൈം റണ്ണിങ് LED DRL വരുന്നുണ്ട് കണ്ടോ, DRL. പിന്നെ ഇവിടെയും ഈ ഒരു വൈസർ പോലെ സംഭവം കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് ഗ്ലോസ് ഫിനിഷിൽ കാണാൻ അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ലുക്ക് ഉണ്ട്. അതിന് ജൂപ്പിറ്ററിൻ്റെ ചെറിയൊരു ലൈറ്റ് ഷായ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ലൈറ്റ് നിങ്ങൾ ഓഫ് ആയത് ശ്രദ്ധിച്ചോ? എനിക്ക് തോന്നുന്നത് അത് മറ്റേ പാർക്ക് മീ ഹോം ലാംപ്സ് എന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. കാരണം ലൈറ്റ് ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് ഓഫായി. നെക്സ്റ്റ് ഈ ഒരു കൺസോളിനെ പറ്റിയിട്ട് നമുക്ക് പറയാം. ഇവിടെയും iQube-ൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. iQ എന്നാണ് ഇത് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് വാഹനം ഓൺ ചെയ്യാൻ മുന്നേ തന്നെ കീൻ്റെ കാര്യം പറയാം കേട്ടോ. കീ കാണാൻ തന്നെ അടിപൊളിയായിട്ടില്ല. ഇത് ചെറിയൊരു ടോർച്ച് പോലത്തെ സംഭവമുണ്ട്. ഇരുട്ടത്ത് നമ്മളിപ്പോൾ വരികയാണെങ്കിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കേട്ടോ, ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് iQube-ൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് വേറെ കീ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യാം, ഓൺ ആക്കാം. അപ്പോൾ 3 കിലോവാട്ടാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ വാഹനം. അതുപോലെ തന്നെ 33 Nm ഓഫ് ടോർക്കാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വാഹനം ഓൺ ആക്കിയിട്ട് നമുക്ക് പ്ലീസ് റിട്രാക്ട് ദ സൈഡ് സ്റ്റാൻഡ് എന്ന് കാണാം. അപ്പോൾ നമ്മൾ സൈഡ് സ്റ്റാൻഡ് ജസ്റ്റ് ഒന്ന് പൊക്കി കഴിഞ്ഞാൽ വണ്ടി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് കാണിക്കുന്നുണ്ട്. ഇത് ടച്ച് സ്ക്രീനാണ് ആക്ച്വലി. അപ്പോൾ ബ്രേക്ക് അമർത്തിയിട്ട് ഈ ഒരു മോഡിൻ്റെ ഒരു സ്വിച്ച് ഉണ്ടല്ലോ, അത് അമർത്തിയാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ അമർത്തി കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഇത് കൺസോൾ ഓൺ ആവും. അപ്പോൾ നമുക്ക് ഇതിൽ സെറ്റിങ്സ് ഒക്കെ വരുന്നുണ്ട്, നമുക്ക് ടച്ച് സ്ക്രീനായിട്ട് മാറ്റാൻ പറ്റും കേട്ടോ. മൈ ബ്ലൂടൂത്ത് സെറ്റിങ്സ് ഉണ്ട്, മൈ വെഹിക്കിൾ, പിന്നെ പ്രൈവസി, ഡോക്യുമെന്റ്സ്, പ്രൊഫൈല്, നമ്മൾ പോലയിലൊക്കെ കണ്ടിട്ടില്ലേ ലൈസൻസ് അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ, അതൊക്കെ ഇതിലേക്ക് വരുന്നുണ്ട്. പിന്നെ ബാറ്ററി പെർസെൻറ്റേജ് എത്ര ഉണ്ട് ഇതെല്ലാം കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് കാണാൻ 3 ബാറ്ററിയുടെ ചിഹ്നം കാണിക്കുന്നത്. അതെന്താണെന്ന് അറിയോ? ST17 ടോപ്പ് എൻഡ് വേരിയൻറ്റ് 3 പാക്ക് ബാറ്ററിയാണ്. നല്ല ബേസ് വേരിയൻറ്റ് 2 പാക്ക് ബാറ്ററിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 3 പാക്ക് ബാറ്ററി ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് റേഞ്ച് ബെറ്റർ കിട്ടുന്നത്. അതുകൊണ്ടാണ് ടോപ്പ് എൻഡ് വരുന്നത് നമ്മൾ വിളിക്കുന്നത്. ഇതിൽ 2 മോഡ്സാണ് വരുന്നത്, എക്കോം അതുപോലെ തന്നെ മോഡിന് വേണ്ടി ജസ്റ്റ് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ പവർ മോഡും. അപ്പോൾ ടോപ്പ് സ്പീഡ് അറൗണ്ട് 88 അങ്ങനെ എന്തോ ആണ് പറയുന്നത്. ഇതാണ് ഹസാർഡ് ലൈറ്റ്സിൻ്റെ സ്വിച്ചസ് വരുന്നത്. പിന്നെ ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടില്ലേ, അതെന്താണെന്ന് അറിയാം. അതിനാണ് പാർക്ക് അസിസ്റ്റ് എന്നാണ് പറയുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ വാഹനം പാർക്ക് ചെയ്യുന്ന നേരത്ത് ചെറിയ സ്ഥലത്തിലിട്ട് മാനുവർ ചെയ്യുമ്പോൾ ഈ വാഹനത്തിന് ഇൻസ്റ്റൻറ്റ് ടോർക്ക്, പെട്ടെന്ന് ടോർക്ക് ഉണ്ടാവുന്ന കാരണം തന്നെ നമുക്കൊരു ഡിഫിക്കൽട്ട് ആയിരിക്കും വാഹനം മൂവ് ചെയ്യാൻ. അപ്പോൾ ഇതിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സൊക്കെ സുഖമായിട്ട് പീലിട്ടിട്ട് എടുക്കുന്ന കാരണം തന്നെ വാഹനം 3 km/h ആ ഒരു റേഞ്ചിൽ മാത്രമാണ് മെല്ലെ ഇങ്ങനെ ഇറങ്ങി വാഹനം പോകും. അപ്പോൾ നമുക്ക് വാഹനം ഇങ്ങനെ സുഖമായിട്ട് മാനുവർ ചെയ്തിട്ട് എവിടെ നിർത്തേണ്ടതെന്ന് വെച്ചാൽ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിക്ക് 10 കിലോമീറ്ററും പിന്നോട്ട് 3 കിലോമീറ്ററാണ് എൻ്റെ ഒരു സ്പീഡ് ലിമിറ്റ് വരുന്നത്. പിന്നെ ടച്ച് സ്ക്രീൻ, ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് പറഞ്ഞു. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അല്ല, നമ്മുടെ സ്ക്രീൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇത് ലൈറ്റ് ഹൈ ബീം ലോ ബീമിൻ്റെ കാര്യമാണ്. ഇത് സ്ക്രീന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഈ ഒരു ബട്ടൺ വരുന്നത് ടോഗിൾ ബട്ടൺ. പിന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ് നോർമലാണ്. പിന്നെ ഇത് നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. പിന്നെ ബോഡീനെ പറ്റിയിട്ട് പറയണ്ടേ, ഇത് പ്ലഗാണ്, ഇവിടെയാണ് നമ്മൾ കുത്തേണ്ടത് ചാർജർ. പിന്നെ ഇതൊരു ചെറിയൊരു 5 കിലോ 3 കിലോ താങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ ഹുക്ക് ഇവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ്, ബെറ്റർ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ കീനെ പറ്റിയിട്ട് പറഞ്ഞു. നമുക്ക് ബൂട്ട് ഒന്ന് തുറക്കാം. ബൂട്ട് തുറക്കണമെങ്കിൽ കീ ഒന്ന് എടുത്തിട്ട്, എനിക്ക് തോന്നുന്നു ഇത് ഇട്ടിട്ട് തുറക്കാൻ പറ്റുമോ?
യെസ്, നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന കീ കൊണ്ട് തന്നെ നമുക്ക് ബൂട്ട് തുറക്കാൻ പറ്റും. 32 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഇതിൽ വരുന്നത്. ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ അണ്ടർ സീറ്റ് സ്റ്റോറേജ് സ്പേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇത് നമ്മുടെ ഒരു ഐറ്റംസ് ആണ്, ഫസ്റ്റ് എയ്ഡ് കിറ്റ് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ്. നമുക്ക് ഒരു ഹെൽമെറ്റ് 2 ഹെൽമെറ്റ് അറൗണ്ട് നമുക്ക് വെക്കാമെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നിൽ വരികയാണെങ്കിൽ നമുക്ക് ക്യൂ പാർക്ക് അസിസ്റ്റ് എന്ന് വരുന്നത്, അതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഈ ഒരു ക്യൂ പാർക്ക് അസിസ്റ്റ് എന്ന് എഴുതിയിട്ടുള്ളത്. പിന്നെ ഇത് ടെയിൽ ലാമ്പ് നോക്കുകയാണെങ്കിലും എന്താ പറയുക, ഇത് LED ആണ്, ടേൺ ഇൻഡിക്കേറ്റേഴ്സ് LED ആണ്. TVS ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്പർ പ്ലേറ്റ് വരുന്നത്. മഡ്ഗാർഡ് അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഇവിടെ ഒരു റെയർ റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. സൈഡിലൂടെ ഓറഞ്ച് റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്, ഇപ്പുറത്തും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി നമുക്ക് തരും. പിന്നെ നമുക്ക് കീ ഇവിടെ ഒന്ന് ഇട്ടിട്ട് തന്നെ വെക്കാം. പിന്നെ പറയാനുള്ളത് അഗൈൻ നമ്മുടെ സൈഡ് സ്റ്റാൻഡ് അല്ല, ഫുട്ട് റെസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. iQube ഇലക്ട്രിക് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ ലോഗോ അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ ഒക്കെ ഉണ്ടല്ലോ, അത് അത്യാവശ്യം നന്നായിട്ട് ST ബാഡ്ജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പിന്നത്തെ ആൾക്ക് ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സീറ്റിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ 3 പേർക്ക് ഇരിക്കാൻ പറ്റും. പക്ഷേ TVSൻ്റെ എല്ലാ വാഹനങ്ങളും ഞാൻ ശ്രദ്ധിച്ചുള്ളൊരു കാര്യമാണ്, സീറ്റ് വളരെ നീളം വീതി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. കഷ്ടി 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു റെഡ് ലൈനിങ് പോലെ സ്റ്റിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവം നമുക്ക് ആക്ച്വലി റിട്രാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ എന്താ പറയുക ഫുട്ട് റെസ്റ്റ്. പിന്നെ ഇവിടെ ചെറിയൊരു എയറോഡൈനാമിക് ഡിസൈനാണ് തോന്നുന്നു. ചെറിയ ഇങ്ങനെ ഹോള് പോലെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ എയർ ഫ്ലോ ബെറ്റർ അയക്കാൻ ആവാം. കാരണം എന്താ വെച്ചാൽ ഇലക്ട്രിക് വണ്ടിയിലെ കുറച്ചുകൂടി ബെറ്റർ റേഞ്ച് എയറോഡൈനാമിസിറ്റി ഇലക്ട്രിക് വണ്ടികൾക്ക് കൂടുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ എയർ ഫ്ലോ ബെറ്റർ ആകുമ്പോൾ അതിൻ്റെ ഒരു ഡിസൈൻ തന്നെ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം. ഇങ്ങനെ ഈ ഒരു കട്ട്സൊക്കെ കാണുമ്പോൾ നമുക്കറിയാം എയർ ഫ്ലോ ഇങ്ങനെ സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ സൈഡ് മിറർ നോക്കുകയാണെങ്കിൽ സാധാ വണ്ടികളുടെ സൈഡ് മിറർ പോലെ അല്ല, വട്ടത്തിലൊന്നല്ല, ഒരു സ്പെഷ്യൽ ടൈപ്പിൽ ഇങ്ങനെ കുറച്ചുകൂടി വ്യൂ കിട്ടുന്ന രീതിയിലാണ് ബോക്സ് സ്ക്വയർ റെക്റ്റാങ്കിൾ ഷേപ്പിൽ, കേർവ്ഡ് റെക്റ്റാങ്കിൾ നമ്മൾ പറയില്ല, അങ്ങനത്തെ ഷേപ്പിലാണിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ TVS iQube വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു പ്രസൻറ്റേഷൻ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുന്നെങ്കിൽ ഇതിലും കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്താലേ കിട്ടും കേട്ടോ. അപ്പോൾ അതുകൂടി നിങ്ങൾ ചെയ്തോളൂ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസിൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതായിരിക്കും കാണുന്ന വിഷയം. ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്.